നിലമ്പൂർ പൂരം കഴിഞ്ഞതോടെ ആര്യാടൻ ഷൗക്കത്തിനും കോൺഗ്രസിനും ഒപ്പം ഗ്രാഫ് ഉയർന്നത് മുസ്ലിം ലീഗിന് കൂടിയായിരുന്നു. വളരെ ശക്തമായ കെട്ടുറപ്പ് കാഴ്ചവെച്ചതോടെ ലീഗ് കോട്ടയായി. അതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശീയ തെരഞ്ഞെടുപ്പിലും ലീഗ് വലിയൊരു ഘടകമായി മാറും. ഇതാ അടുത്ത ചുവടുവെപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ് ലീഗ്. കാലാനുസൃതമായ മാറ്റം അത് അനിവാര്യമാണെന്നിരിക്കവേ ഈ വർഷം ഏപ്രിലിൽ യൂത്ത് ലീഗ് ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ 20% വനിതാ സംവരണം എന്ന നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിയും പ്രവർത്തക സമിതിയുടെയും അംഗീകരിച്ചതോടെയും സംവരണം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. യൂത്ത് ലീഗ് സംഘടനാ കമ്മിറ്റികളിൽ വനിതകൾക്ക് 20% സംവരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചതിന് ശേഷമുള്ള ആദ്യ യൂണിറ്റ് കമ്മിറ്റി നിലവിൽ വന്നു കഴിഞ്ഞു. കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ മടവൂർ CM നഗറിലെ യൂണിറ്റ് സമ്മേളനത്തിലാണ് പുതിയ കമ്മിറ്റി നിലവിൽ വന്നത്. പ്രാതിനിധ്യം ഉറപ്പുവരുത്തി നിലവിൽ വന്ന സംസ്ഥാനത്തെ ആദ്യ യൂത്ത് ലീഗ് യൂണിറ്റാണ് മടവൂരിലേത്. റനീഷ് SK പ്രസിഡന്റായ യൂണിറ്റ് കമ്മിറ്റിയിൽ സമീറ ഷമീർ വൈസ് പ്രസിഡന്റും ഫിദ ഗഫൂർ സെക്രട്ടറിയുമാണ്. വനിതാ സംവരണം 2021 മുതലേ യൂത്ത് ലീഗിൽ ചർച്ചാ വിഷയമായിരുന്നു. ഈ വർഷം ഏപ്രിൽ യൂത്ത് ലീഗ് ഭരണഘടനാ പരിഷ്കരണ സമിതിയുടെ 20% വനിതാ സംവരണം എന്ന നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിയും പ്രവർത്തക സമിതിയും അംഗീകരിച്ചതോടെയാണ് സംവരണം യാഥാർത്ഥ്യമായത്. യൂണിറ്റ് പഞ്ചായത്ത്, നിയോജക മണ്ഡലം, ജില്ല, സംസ്ഥാനം എന്നിങ്ങനെ 5 ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സംഘടനയുടെ പ്രവർത്തനം. സംഘടനയിൽ വനിതകൾക്ക് അംഗത്വം നൽകിയിരുന്നുവെങ്കിലും ഭാരവാഹിത്വം നൽകിയിരുന്നില്ല. അതിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. അങ്ങനെ വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ മുസ്ലിം ലീഗിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശം കരുത്ത് തെളിയിക്കുകയാണെങ്കിലും ചില പൊട്ടിത്തെറികളും മുസ്ലിം ലീഗിൽ നടക്കുന്നുണ്ട് എന്ന സത്യം മറച്ചുപിടിക്കാനാകില്ല. പാലക്കാട് സംഘടനാ തെരഞ്ഞെടുപ്പിനിടെ പാലക്കാട് യൂത്ത് ലീഗിൽ പ്രതിഷേധം നടന്നിരിക്കുകയാണ്. മെമ്പർഷിപ്പ് പ്രഖ്യാപിച്ച ശേഷം ഭാരവാഹികളെ നിശ്ചയിച്ചതിലാണ് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടരുന്നതിനിടയിൽ കഴിഞ്ഞ മാസമാണ് 6 പേരെ ഭാരവാഹികളാക്കി തെരഞ്ഞെടുത്തത്. നിയോജക മണ്ഡലം ഭാരവാഹികളുമായി കൂടിയാലോചിച്ചില്ല എന്നതാണ് പ്രതിഷേധത്തിന് പ്രധാന കാരണം. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിന്റെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. ഭാരവാഹികളെ തീരുമാനിച്ചത് സംഘടനാ വിരുദ്ധമെന്ന് യൂത്ത് ലീഗ് മണ്ഡലം കമ്മിറ്റിയും അഭിപ്രായപ്പെട്ടു. മെമ്പർഷിപ്പ് പ്രഖ്യാപിച്ചാൽ പുനഃസംഘടന നടത്തുന്നത് സംഘടനാ വിരുദ്ധമാണ് എന്ന് പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. പ്രതിഷേധത്തിന് പിന്നാലെ കൊങ്ങോട് മണ്ഡലം കമ്മിറ്റി രാജിവെച്ചു. 7 മണ്ഡലം കമ്മിറ്റികളും എതിർപ്പുന്നയിച്ച രംഗത്തെത്തിയിട്ടുണ്ട്. ജില്ലയിലെ PK ഫിറോസ് വിഭാഗം നേതാവ് ഗഫൂർ കൊൽക്കളത്തിനെതിരെ വിമർശനം വന്നിരിക്കുകയാണ്. യൂത്ത് ലീഗ് ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിട്ടുമുണ്ട്. നേരത്തെ മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും സമാന പ്രതിഷേധം ഉയർന്നിരുന്നു. അതേസമയം സംഘടനയ്ക്കകത്ത് പ്രശ്നമൊന്നുമില്ല എന്നും യൂത്ത് ലീഗ് ജില്ലാ നേതൃത്വവും വ്യക്തമാക്കി. യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി ചർച്ച ചെയ്താണ് പുതിയ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത് എന്നും ജില്ലാ നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റിയിൽ ഒഴിവുവന്ന ഭാരവാഹിത്വത്തിലേക്ക് മുൻ MSF സംസ്ഥാന ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും നേതൃത്വം പറഞ്ഞു. സംഘടനയ്ക്കകത്ത് കലഹം എന്നത് നുണപ്രചാരണമാണെന്നും സംഘടനാ വിരുദ്ധ പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നും വിഷയത്തിൽ പാർട്ടി അന്വേഷണം നടത്തുമെന്നും യൂത്ത് ലീഗ് ജില്ലാ അധ്യക്ഷൻ PM മുസ്തഫ തങ്ങൾ പറഞ്ഞിരുന്നു. എന്തായാലും കുറ്റവും കുറവും എല്ലാം നീക്കി കരുത്തായി നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാണിച്ചത് കൊണ്ട് തന്നെ ശക്തമായൊരു വരവ് മുസ്ലിം ലീഗിനും UDF-നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇനി തർക്കമേയില്ല.